CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായും പറയാൻ പോകുന്നത് ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാലുടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിടും എന്ന് ഉറപ്പുള്ള 3 വിദേശ താരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോളടി യന്ത്രമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ്. താരം ക്ലബ്ബ് വിടുന്ന റൂമറുകൾ ഇപ്പോൾ വളരെയധികം ശക്തമാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്രൊയേഷ്യൻ പ്രതിരോധ താരമായ മാർക്കോ ലെസ്കോവിച്ചും അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്ന് നിലവിൽ റൂമറുകളുണ്ട്. ഏതായാലും ഇരുവരുമായിട്ട് ഒരുപാട് അഭ്യൂഹ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അടുത്ത ISLന്റെ 11ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള 3 വിദേശ താരങ്ങളുണ്ട്. ആ ഒരു 3 താരങ്ങൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ജസ്റ്റിൻ ഇമാനുവൽ എന്ന സൂപ്പർ താരമാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ തുടക്കത്തിൽ ഗോകുലം കേരളയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിട്ടുണ്ടായിരുന്ന നൈജീരിയൻ താരമാണ് ജസ്റ്റിൻ ഇമാനുവൽ. എന്നാൽ ക്വാമി പെപ്രക്ക് പരിക്കേറ്റതോടെ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് ഗോകുലത്തിൽ നിന്നും തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെപ്രക്ക് പകരക്കാരനായിക്കൊണ്ട് ISLൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും പുറത്തേക്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. യുവതാരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കരാർ പുതുക്കും എന്നുണ്ടെങ്കിലും അടുത്ത സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സ് സീനിയർ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധ്യത തീരെയില്ല. കാരണം താരത്തിന് ISLലെ മത്സരങ്ങളൊന്നും കളിച്ച് ഇതുവരെ എക്സ്പീരിയൻസ് പോലുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിചയ സമ്പത്തിന് വേണ്ടി ഈ ഒരു ജസ്റ്റിൻ ഇമാനുവൽ എന്ന താരത്തെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC ലോണിൽ അയക്കാനാണ് സാധ്യത ഇപ്പോൾ കാണുന്നത്. ഇനി രണ്ടാമത്തെ ഒരു താരത്തെ നോക്കുകയാണെങ്കിൽ ഫെഡോ സെർണിച്ച് എന്ന ലിത്വാനിയൻ നായകനാണ്. നമുക്കറിയാം, ലൂണയുടെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ലിത്വാനിയയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് ഫെഡോ സെർണിച്ച് എന്ന സൂപ്പർ താരം. ഈ ഒരു ISLന്റെ 10ാം സീസൺ അവസാനം വരെയാണ് ഫെഡോ സെർണിച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി കരാറുള്ളത്. ഏതായാലും ഈ ഒരു കരാർ പൂർത്തീകരിച്ച ശേഷം താരം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഉറപ്പു തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം താരത്തിന്റെ ഭാര്യ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സീസൺ അവസാനത്തോട് കൂടിയാണ് അവർ നാട്ടിലേക്ക് മടങ്ങുക എന്നാണ്. ഈ ഒരു ISLന്റെ അവസാന മത്സരം ഏപ്രിലിൽ നടക്കും. അതിനുശേഷമായിരിക്കും ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുക എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്റ്റോറിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൂണ വരികയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ചേർന്നിച്ച് കളിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തതായി ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുമെന്ന് ഉറപ്പുള്ള മറ്റൊരു താരമാണ് ഡൈസുകെ സക്കായി. ചില മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ശരാശരി പ്രകടനം മാത്രം തരുന്ന ഒരു താരമാണ് ഡൈസുകെ സക്കായി എന്ന ജാപ്പനീസ് സൂപ്പർ താരം. നിലവിൽ സീസൺ അവസാനത്തോടെ കരാർ കഴിയുന്ന താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് FC കരാർ പുതുക്കാൻ സാധ്യത തീരെ കാണുന്നില്ല. കാരണം താരം വന്നിട്ടുണ്ടായിരുന്നത് ജോഷുവക്ക് പകരക്കാരനായിട്ടായിരുന്നു. ജോഷു നിലവിൽ റിഹാബിന്റെ പ്രോസസ്സിംഗിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ISL സീസണിൽ ജോഷു അവൈലബിൾ ആയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും ജോഷുവക്ക് പകരക്കാരനായിക്കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന സക്കായി ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ സക്കായി ഇന്ത്യ വിടില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ISLലെ മറ്റു ക്ലബ്ബുകളിൽ നിന്നും താരത്തിന് ഓഫറുകൾ വന്നിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.